മഹാഗുരു ശരണം. അപ്പോൾ ഞാനത് വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ് രണ്ടാമത്തെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബാബാജിയുടെ പ്രസൻസ് എപ്പോൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ബാബാജിയിലൂടെ ദത്താത്രേയ ഗുരുവിലേക്കും അവിടെ നിന്ന് ദക്ഷിണാമൂർത്തി സ്വാമിയിലേക്കും അവിടെ നിന്ന് ത്രിതത്വത്തിലേക്കും സൃഷ്ടിസ്ഥിതി സംഹാരം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അവിടെ നിന്ന് പരാശക്തിയിലേക്കുമുള്ള എനർജിയാണ് എനിക്ക് കണക്റ്റ് ആകുന്നത്. ഓക്കെ. പിന്നെ ബാബാജിയുടെ അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? അതിന് അങ്ങക്ക് നിയോഗം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരിയല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തെ ഞാൻ പൂർണ്ണമായിട്ടും വിലമതിക്കുന്നു. അതിൻ്റെ മുന്നിൽ ഞാൻ തല കുനിച്ച് ഞാൻ നമസ്കരിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ട്. അത്ഭുതങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ട് ആ ദശാസന്ധി ഉണ്ടാകുകയും മരണതുല്യമായിട്ട് 5 ബ്ലോക്കുകൾ ഉണ്ടാകുകയും അതിലൊരെണ്ണം 100%, പിന്നെ 2 എണ്ണം 90% മുകളിലും, പിന്നെ 85% മുകളിൽ 2 ബ്ലോക്കുകളുമായിട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന ബൈപ്പാസ് ഓപ്പറേഷനിലേക്ക് വിധേയനാകുകയും, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ അവസാന യാത്രയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ നിന്ന് പലവിധ സൂക്ഷ്മതലത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ തിരിച്ചെത്തി. അത് പൂർണ്ണമായിട്ടും തോന്നലുകളായിരിക്കാം, ചിലപ്പോൾ സെഡേഷൻ്റെ തോന്നലുകളായിരിക്കാം. അപ്പോൾ അത്ഭുതങ്ങളിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അത് ബാബാജിയുടെ അത്ഭുതങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ ബാബാജി എന്ന ആ രൂപം പല എനർജീസിലേക്കും നമുക്കുള്ള കണക്ഷൻ്റെ കവാടമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രപഞ്ചശക്തി എന്ന് പറയുന്നത്, നമ്മൾ പരാശക്തി എന്ന് പറയുന്നു, പരമാത്മാവെന്ന് പറയുന്നു. ഓരോരുത്തരും അവരുടെ ഇതായിട്ട് അല്ലാഹു എന്ന് പറയുന്നു, യഹോവ എന്ന് പറയുന്നു, എന്തോ ഒക്കെ എനിക്കറിയുന്ന പദങ്ങൾ ഞാൻ ഉപയോഗിക്കുകയാണ്. പക്ഷേ ആ ഇതിലേക്കുള്ള കവാടമാണ് മഹാവതാർ ബാബാജി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ട്. അങ്ങ് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഗുണകരമായ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ക്ഷീണം അനുഭവത്തിൽ വരാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനല്ല ചെയ്യുന്നത്, അത് ഞാൻ പറയാം. എനിക്ക് ഒരു അരമണിക്കൂർ നടന്ന ക്ഷീണമാണ്. അരമണിക്കൂർ കസേരയിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവേദനയുണ്ട്. ശ്രീനിവാസ പൈ എന്ന് പറയുന്ന ഈ ശരീരത്തിൻ്റെ പരിമിതികൾ ഭയങ്കരമാണ്. പക്ഷേ ചെയ്യുന്നത് ഞാനല്ല, എന്നിലൂടെ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ശ്രീ അജിത് അവർകൾ, അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, താങ്കൾ അത് വോയിസ് ഇട്ടപ്പോഴത്തേക്കും താങ്കൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇടാൻ പാടില്ലേ? അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടു. ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് ഞാനത് ഷെയർ ചെയ്തു. കാര്യം വോയിസ് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഒരു വീഡിയോ ചെയ്യും. കാര്യം ടെക്സ്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ ചിലർ വിളിച്ചു, എന്താണ് അവിടെ നടന്നത്, എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ നടന്ന പല കാര്യങ്ങളും ഞാൻ അനുഭവിച്ചറിഞ്ഞ തലം വേറെയാണ്, ഞാൻ മനസ്സിലാക്കിയ തലം വേറെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫിനൊക്കെ പേടിയായി. ആ വൈഫ് പറഞ്ഞ്, നിങ്ങളുടെ ഭാവം മാറി, നിങ്ങളുടെ ശരീരത്തിൽ ആരോ ആവേശിച്ച പോലെ തോന്നി എന്നൊക്കെ ഭാവം പറഞ്ഞു. ഇത്രയും കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഭാവം കാണുന്നതൊക്കെ അവൾ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഭാവഭേദവും എനിക്ക് കോൺഷ്യസ്ലി അനുഭവപ്പെട്ടില്ല. സൗണ്ട് കൂടി എന്ന് പറഞ്ഞു, അവർ പറയുന്നതനുസരിച്ച് ഇത് ചെയ്തു. പക്ഷേ അജിത്ത് പറയുന്ന ഒരു കാര്യം സത്യമാണ്. കാര്യം ഞാൻ അത് വന്നിട്ടൊരു വട്ടത്തിൽ ഞാൻ പറഞ്ഞു, എന്നോട് കളിക്കരുത്, ഞാൻ ബ്രഹ്മശ്രീ കൃഷ്ണൻ പ്രാന്തിരി തിരുമേനിയുടെ ശിഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് പറയുമ്പോൾ എൻ്റെ ശരീരത്ത് ആ ഒരു എനർജി ഇത് ചെയ്യുന്നു. കാര്യം ആ ഒരു കോൺഫിഡൻസിലാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത്. കാര്യം തേടൈ ദീക്ഷയ്ക്ക് ഒരു എറണാകുളത്തുള്ളൊരു ഹോട്ടലിൽ എനിക്ക് തോന്നുന്നു 2024 2023 ഏതോ ഒരു സമയത്താണ് ഇരിക്കുമ്പോൾ ദീക്ഷാ ഹാളിന് ഉപയോഗിച്ച് ഒരാൾക്ക് ഇതുപോലെ ഒരു സോൾ പ്രസൻസ് വന്നത്. ആ സമയത്ത് കോർഡിനേറ്റർ എൻ്റെ അടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു വ്യക്തിയെ 2-3 പേര് പിടിച്ചിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തു, അവരെ സമാധാനിപ്പിച്ചു. പിന്നെ മാസ്റ്ററിൻ്റെ അടുത്ത്, അപ്പോൾ മാസ്റ്റർ പറഞ്ഞു പൈജീനെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് കാണിച്ച ആ ഒരു വിശ്വാസം. അപ്പോൾ അതൊക്കെ അത് തേടൈ മാസ്റ്റർ ആകട്ടെ, നാദദീക്ഷ തന്നതാകട്ടെ, ക്രിയായോഗ പഠിക്കുന്ന ഓൺലൈനാകട്ടെ, ഈ മൈൻഡ് പവർ ആകട്ടെ, ഈ റൈസപ്പ് എന്നുള്ളതാകട്ടെ, അതുപോലെ ഹിപ്നോട്ടിസം ആകട്ടെ, അതുപോലെ ബ്ലൈൻഡ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞതാകട്ടെ,
പല വിധത്തിലുള്ള കോഴ്സുകളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ എന്നിലുള്ള ഊർജം ഒന്നുകൂടി ഒന്നുകൂടി മനസ്സിലാക്കാനുള്ള കോഴ്സുകളായിരുന്നു. പക്ഷേ ഇതിന് ആദ്യത്തെ വിത്ത് പാകിയത് ബ്രഹ്മശ്രീ കൃഷ്ണൻപ്രാന്തിരി തിരുമേനിയാണ്. പക്ഷേ എൻ്റെ ജന്മം കൊണ്ട് തന്നെ, ജനിച്ച സമയം വെച്ച് തന്നെ ഞാൻ കാല് വെച്ച് തിരുമ്മിയാൽ പലരുടെയും പല വേദനകൾ ഇത് മാറുമെന്നൊക്കെ അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മനസ്സിലായി? ആ ഒരു എന്തോ ഒരു ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളാണെന്ന് പറയുമല്ലോ. പക്ഷേ എൻ്റെ സിസേറിയനുമായിരുന്നു. അതാണ് രസം. 68 ജൂലൈയിൽ ഞാൻ ജനിച്ച സിസേറിയൻ ഓപ്പറേഷനിലൂടെയാണ് കൊച്ചിയിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് ക്ഷീണം തോന്നാറുണ്ട്. ചിലരെ ബ്ലസ് ചെയ്താൽ എനിക്ക് ക്ഷീണം തോന്നാറുണ്ട്. ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ AC കൂട്ടിയിടാൻ പറയും, വിയർക്കും ഞാൻ. ആ കാര്യം കോൺഷ്യസ്ലിയാണ് ബ്ലസ് ചെയ്യുന്നത്. അവർക്ക് ഇത് വരണം ഇതെല്ലാം എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിലൂടെ അവരുടെ ഉപാസനാമൂർത്തികളെ, എൻ്റെ ഉപാസനാമൂർത്തികളെ ഏതൊക്കെയോ അവർക്ക് ബ്ലസ് ചെയ്യാനായിട്ട് എന്നിലേക്ക് എത്തിച്ച ആ എനർജീസിൻ്റെ എന്തോ സാന്നിധ്യം എന്നിലൂടെ സംഭവിക്കുന്നു. പക്ഷേ കോൺഷ്യസ്ലി എനിക്കറിയില്ല, എനിക്കതിലൊരു അവകാശവും ആദവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിന് എന്നോട് ദക്ഷിണ എന്താണെന്ന് ചോദിക്കരുത്. പക്ഷേ എന്തെങ്കിലും പഠിപ്പിച്ച ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ദക്ഷിണ വാങ്ങിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. തിരുമേനിയും പറഞ്ഞിട്ടുണ്ട്. തിരുമേനി പറയുന്നത് യഥാശക്തിയാണ് ദക്ഷിണ. കൊടുക്കുന്നവന് കൂടുതലായെന്നും കിട്ടിയവന് കുറഞ്ഞൊന്നും തോന്നാത്തതാണ് ദക്ഷിണ. ഞാനതിനെ ഒന്നുകൂടി നിർവഹിച്ചു. കൊടുക്കുന്നവന് കുറഞ്ഞു പോയെന്നും കിട്ടിയവന് കൂടുതലായെന്നും തോന്നുന്നതാണ് ദക്ഷിണ എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ദക്ഷിണ തരണം. ഇപ്പോൾ ഓൺലൈനിൽ ബ്ലെസ്സിങ് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അവർ ദക്ഷിണ ഇടുന്നുണ്ടോ ഇട്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഇട്ടവർക്ക് ഞാൻ കൈകൂപ്പി ചിഹ്നയിക്കും, നിങ്ങൾ ഇത് ചെയ്ത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ സന്യാസ ജീവിതമാണ്. കരതല വിഷ തരുതല ഗാത്ര എന്നാണ്. ഇപ്പോൾ ഇന്നലെ തന്നെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ ആങ്ങള, ഭാര്യ, കുട്ടികളൊക്കെ വന്നിരുന്നതാണ്. അപ്പോൾ അവരോട് എനിക്ക് സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല. ഊണ് പോലും അവരുടെ കൂടെ കഴിക്കാൻ എനിക്ക് സാധിച്ചില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ തിരക്കിലാണ്, എൻ്റെ വൈഫും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞ് ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ഞാനൊരു 1:30-1:45 ഊണ് കഴിച്ചു. അപ്പോഴും വീഡിയോ കോളിലാണ്. അപ്പോഴൊരു ഫാമിലി ആയിട്ട് വീഡിയോ കോളിലാണ്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, 1:45 എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കരിയുന്ന വല്ല സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ മണത്തിട്ട്, കാര്യം ചില പ്രസൻസ് കിട്ടുന്ന ആൾക്കാരാണ്, ഇല്ലല്ല ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ കുടല് കരിഞ്ഞു തുടങ്ങി, അതിൻ്റെ മണം അവിടെ കിട്ടിയെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. അയ്യോ ഇത്രയും തരായെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്. എന്നിട്ടാണ് ഞാൻ ഊണ് കഴിക്കുക. അപ്പോഴൊരു ഫാമിലി ചർച്ചയിലാണ് അവിടെ റൂമിൽ, അവർ ചർച്ചയിലാണ്. എനിക്ക് പിന്നെ ഒരു വൈഫ് പറഞ്ഞു, നിങ്ങളൊരു 10 മിനിറ്റ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു പറഞ്ഞ് 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് അവരുടെ ചർച്ച പറയുന്നതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് മിസ് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നലെ രാത്രി 10-10:45 വരെ. അപ്പോൾ വൈഫ് പറയുന്നുണ്ട് കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞു. പിന്നെ 10-10:45 വരെ വിദേശത്തുള്ളവരുടെ കോളാണ്. അവർ രാവിലെ തൊട്ട് ചോദിക്കുകയാണ്, ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇതിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അവരുടെ കോൾ വിളിച്ചൊരു 10-20 മിനിറ്റ് അവരോട് സംസാരിച്ചു, ആ ഫാമിലിയോട്. അപ്പോൾ അതിൽ നമുക്ക് ദൈവം എന്ന് പറയുന്ന ശക്തി നമുക്കൊരു നിയോഗം തന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, പണ്ട് തൊട്ടേ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം പണം ആയിരിക്കരുത് ഒന്നിൻ്റെയും ഘടകം. എൻ്റെ തിരുമേനിക്കും ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം വിഷചികിത്സ സൗജന്യമായിട്ട് നടത്തിയിരുന്നു. ഇപ്പോൾ കഷായമല്ല, ലേഖ്യവും കുഴമ്പും നെയ്യും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതിലുമൊക്കെ അതിൻ്റെ ചിലവ് അവർക്ക് പറയും, ഇത്ര രൂപ ചിലവായിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് പച്ചമരുന്നുകൾ വാങ്ങിച്ച് ഇത് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് ശുദ്ധമായ പശുവിൻ നെയ്യാണ്. അവരോട് ഇത്ര ചിലവെന്ന് പറയും, പിന്നെ അവർ ദക്ഷിണ തരുന്നത് വാങ്ങിക്കും. മനസ്സിലായി? അതിൽ കണക്ക് പറയാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ ഇതിന് ചിലവായെന്ന് പറയും. അപ്പോൾ അവർ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ 10-50 രൂപ അല്ലെങ്കിൽ ചിലർ 100 രൂപ, അന്നത്തെ 100 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000-ൻ്റെ മതിപ്പാണ്, അതൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ പണം ഒന്നിനും ഘടകമാകരുത് എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ വേറൊരാളുടെ ആനുകൂല്യങ്ങളൊന്നും നമ്മൾ തട്ടിപ്പറിക്കരുതെന്ന് എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഇതുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ട് ആ ഒരു ശീലം വന്നു എന്നുള്ളതാണ്. കാര്യം പണ്ടൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകണം അല്ലേ. അപ്പോൾ ഇത്ര എന്തോ ഒരു സ്ലാബൊക്കെ ഉണ്ട്, ആ സ്ലാബുള്ള ഇന്ന സമയം. അപ്പോൾ ശനിയാഴ്ചകളിലാണ് പോകണം. അവധി ദിവസങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ പരിചയക്കാരെ അവിടെ നിൽക്കുക. അപ്പോൾ അവർ ആ ബില്ല് തരാൻ പറയും, അവരടയ്ക്കാമെന്ന് പറയും. ഞാൻ പറയും വേണ്ടാന്ന് പറയും. ഞാൻ ആ ക്യൂവിൽ നിൽക്കും. മനസ്സിലായോ? ആ ക്യൂവിൽ നിന്നിട്ട് അപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഞാൻ റീകളക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ എൻ്റെ സ്വഭാവം ഇത് ചെയ്തു വന്നു. പിന്നെ അതേസമയം ഞാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചടയ്ക്കുകയും ചെയ്യും. അതുപോലെ കുട്ടികളുണ്ടായപ്പോഴാണെങ്കിലും ഒരു ടിക്കറ്റ് ആണെങ്കിലും ഇപ്പോൾ ഹാഫ് ടിക്കറ്റ് എടുക്കേണ്ടതാണെങ്കിൽ ഹാഫ് ടിക്കറ്റ് എടുക്കണം. അവർക്ക് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ട 10-12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആയില്ല എന്ന് പറഞ്ഞ് ഹാഫ് ടിക്കറ്റ് എടുക്കുന്നത്
അതൊന്നും പാടില്ല എന്നുള്ള വിഭാഗക്കാരനാണ് ഞാൻ. അതുപോലെ കവരത്തിയിൽ വർക്ക് ചെയ്തുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് ഇൻഫൻ്റ് എന്ന് പറഞ്ഞ 1 രൂപയായിരുന്നു കപ്പലിന് ടിക്കറ്റ്. ആ 1 രൂപ ടിക്കറ്റും ഞാൻ എടുക്കും. അപ്പോൾ കൗണ്ടറുള്ളവർ ചോദിക്കും ഇത് ടിക്കറ്റ് വേണം? ഞാൻ പറഞ്ഞു വേണം. എൻ്റെ മകനാണ്, അവനൊരു പേരുണ്ട് ശ്രീരാജ്. അവന് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കവരത്തി പോണത്. അവന് 4-5 വയസ്സുള്ളപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അത് വേണം, അത് കാര്യം അതിനൊരു ഇതുണ്ടെങ്കിൽ വേണം. അപ്പോൾ ഇന്നലെ തന്നെ ഒരു വ്യക്തി ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം, ഒരാശ്രമത്തിൽ മെഡിറ്റേഷൻ പ്രോഗ്രാമാണ് ഇന്നലെ 2 ദിവസം മുമ്പ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞ് സാറേ ഇത് കാണാനായിട്ട് സാറിനെ വീഡിയോ കോൾ ചെയ്യട്ടെ, പക്ഷേ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യരുതെന്നാണ് നിയമം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആ നിയമം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് റെക്കോർഡ് ചെയ്യരുത്, ഞാൻ അവിടെ ചെന്ന് കാണാം. അത് നമ്മുടെ അമൃതാനന്ദമയി ദേവിയുടെ ഇതായിരുന്നു. ഇതുവരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല, പോകണം. ഞാൻ പറഞ്ഞ് എനിക്ക് റെക്കോർഡ് ചെയ്താൽ ദേവിയുണ്ട് അവിടെ, ദേവി ഇരുന്നിട്ട് ആ ഭജനം നയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കത് വേണ്ട, നിയമം അത് പാടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്, ഞാൻ അവിടെ ചെന്ന് കാണാം, അതിനുള്ള നിയോഗം കിട്ടുമ്പോൾ ഞാൻ ചെന്ന് കാണാമെന്ന് പറഞ്ഞു. രസകരം എന്ന് വെച്ചാൽ ഈ അമൃതാനന്ദമയി അവിടെ വള്ളിക്കാവിലുള്ള പലരും അതിൻ്റെ അടുത്തുള്ളവരും ആ ആശ്രമത്തിലുള്ളവരും വിളിച്ചിട്ടുണ്ട്, വാ അവിടെ വാ ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ താമസിക്കാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഉള്ളി സവാളയില്ലാത്ത ഭക്ഷണം കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായി, അവിടെ വെജിറ്റേറിയൻ ഫുഡാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ അധികം കാര്യങ്ങളിലൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇതിലെന്താണെങ്കിലും എനിക്ക് ഒരു റോളും ഇല്ല, പോസ്റ്റ്മാൻ്റെ റോള് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പേനയുടെ റോള്. ഈ പേന അല്ലെങ്കിൽ പെൻസിലിൻ്റെ കാര്യം അറിയാൽ, അത് ഉപയോഗിക്കുന്നവൻ്റെ ഭാഷ അത് എഴുതി കാണിക്കും അല്ലേ. പെൻസിലും പേനയും ഏതോ കുഞ്ചാക്കോ ബോബൻ്റെ എന്തോ ഒരു സിനിമയിലാണ്, അത് ജഗദീഷ് എന്തോ പേന വിൽക്കാൻ നോക്കുമ്പോൾ ആരും വാങ്ങിക്കുന്നില്ല, ബസ്സിൽ ഏതോ ഒരു സത്യൻ ശിവൻ സുന്ദരൻ സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കുഞ്ചാക്കോ ബോബൻ പറയുന്നു ഓ ഇതാണോ വിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്ര രൂപ വെച്ച് തരുമോ പേന വിൽക്കാൻ. അപ്പോൾ ഉടനെ തന്നെ പേന വാങ്ങിച്ചിട്ട് ഇത് വന്നിട്ട് കുഞ്ചാക്കോ ബോബൻ പറയുന്ന ഇതാണ്, ആര് വേണമെങ്കിലും വാങ്ങിക്കൂ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത് പ്രയോജനപ്പെടും, കാര്യം ഏത് ഭാഷയും അനായാസകരമായിട്ട് എഴുതാൻ സാധിക്കുന്ന ഒരു മാന്ത്രിക പേനയാണ് ഇതെന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു സീനുണ്ട്. അത് എല്ലാവരും ആ പേന, കുട്ടികൾക്ക് പഠന ആവശ്യത്തിനല്ല എന്ന് പറഞ്ഞ് എല്ലാവരും പേന വാങ്ങിക്കുന്നുണ്ട്, മനസ്സിലായി. അതുപോലെ ഈ ഞാനൊരു പേന ഒരു ഉപകരണം മാത്രമാണ്, മനസ്സിലായി. ഇത് ചില ഒരു ഇതുണ്ട്, എന്താ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാകുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനഹ എന്ന് പറയും. എല്ലാം ബ്രഹ്മമയമാണ്. അത് അല്ലെ അർപ്പിക്കുന്ന ആ ചട്ടുകൊണ്ടല്ല, ആ ഹവിസ് അർപ്പിക്കുന്നത്, അതിനെന്തോ ഒരു പേരുണ്ട്, അതാണ് ഞാൻ. അല്ലാണ്ട് എനിക്കൊരു അവകാശവാദങ്ങളുമില്ല. ചിലർ കൺസൾട്ടേഷൻ ചോദിക്കും, കൺസൾട്ടേഷൻ്റെ ഇന്ന് വല്ലാത്തൊരു എനർജിയിലാണ് കേട്ടോ, സൗണ്ട് കൂടുതൽ പുറത്തേക്ക് വരുന്നില്ല. എൻ്റെ ചേച്ചി ചോദിക്കും എന്താണ് ശ്രീനി സാറേ സൗണ്ട് വരാത്തതെന്ന് ചോദിക്കും, തൊണ്ടടഞ്ഞിരിക്കുകയാണെന്ന് ചോദിക്കും. തൊണ്ടടഞ്ഞിരിക്കുകയല്ല, പക്ഷേ ഇന്ന് ഇങ്ങനെയാണ് സൗണ്ട് വരുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ ഭയങ്കര സൗണ്ട് വരുന്നു, ഇടയ്ക്ക് ഇതാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലൂടെ പോകുന്നു. പിന്നെ എനിക്ക് വളരെ ഒരു ആശ്ചര്യകരമായിട്ട് സംഭവം തോന്നുന്നു, ഞാൻ കുട്ടൂസിൻ്റെ അച്ഛൻ്റെ സുനിലേട്ടൻ്റെ സ്റ്റാറ്റസ് നോക്കാറുണ്ട്, എല്ലാ സ്റ്റാറ്റസ്. അപ്പോൾ സുനിലേട്ടൻ പറയുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ സുനിലേട്ടൻ എഴുതുന്നത്, മോൻ അച്ഛനെ ഏതൊക്കെ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹം സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഓംകാര രഹസ്യം മഹാദേവന് പറഞ്ഞു കൊടുക്കുന്ന മുരുകൻ്റെ ചിത്രമാണ്. അപ്പോൾ സാധാരണ ഒരു മകനായിട്ട് 20 വയസ്സുള്ള മകനായിട്ട് ആ ശരീരം വെടിഞ്ഞ കുട്ടൂസ് എന്ന് വിളിപ്പേരുള്ള ആ ദിവ്യാത്മാവ് അച്ഛനെ ആത്മതലത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അനുഭവിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയല്ല. കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സിലാക്കാൻ സുനിലേട്ടൻ പക്കാ ഒരു രാജ്യസ്ഥേകയായ പട്ടാളക്കാരനാണ്. അദ്ദേഹത്തിന് മെഡിറ്റേഷനോ സ്പിരിച്വൽ ഒന്നും ഒരു ഇതുമില്ല, ക്ഷേത്രങ്ങളിൽ പോകുന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ട് പക്കാ ഒരു ഇപ്പോഴും വിളിച്ചാൽ പോകാവുന്ന പട്ടാളക്കാരൻ എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ അവിടെ ആ ഒരു ഇതിൽ റഫ് ആൻഡ് ടഫായിട്ടുള്ള മഹാദേവന് മുരുകൻ പറഞ്ഞു കൊടുത്ത പോലെ അങ്ങനെയുള്ള ആ ഇതിന് അച്ഛനെ ആത്മരഹസ്യം അനുഭവങ്ങളിലൂടെ ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് സുനിലേട്ടന്. അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്, സുനിലേട്ടനോട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിനേക്കാളുപരി മകൻ പറഞ്ഞു തരുന്ന എത്രയൊക്കെ കാര്യങ്ങൾ ആരെയൊക്കെ അറിയിക്കണമെന്നുള്ള ആ ഒരു ജോലിയിലാണ് സുനിലേട്ടൻ ഇപ്പോൾ. പിന്നെ സുനിലേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നവരോട് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ഒരു പ്രാവശ്യം ഒറ്റ വിളിക്കുക, അദ്ദേഹം എടുത്തില്ലെങ്കിൽ പിന്നെ അദ്ദേഹം വിളിക്കുന്നുണ്ട്, എല്ലാവരെയും തിരിച്ച് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുട്ടൂസ് ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രമേ വിളിക്കാൻ പറ്റുന്നുള്ളൂ. അത് സുനിലേട്ടൻ പറയുന്നുണ്ട്, സ്റ്റാറ്റസിൽ പറയുന്നുണ്ട്. എന്നോട് ആർക്കും വെറുപ്പ് തോന്നല്ലേ, എൻ്റെ കുട്ടൂസൻ പറഞ്ഞാൽ മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് കൊണ്ട് ഉണ്ട്. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. വേറെ കാര്യം ചിലർ പറയുന്നുണ്ട്,
കുട്ടൂസെ ഈ ചേട്ടനെ ഇത് ചെയ്യണമേ, ഈ അമ്മയെ ഇത് ചെയ്യണമേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ശരീരത്തിൽ ആത്മാവുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ചേട്ടൻ, അനിയൻ, മകൻ, മകൾ അല്ലെങ്കിൽ അമ്മാവൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊരാത്മതലം വേറെയാണ്. അതുകൊണ്ട് ഒരിക്കലും ബന്ധങ്ങളുമായിട്ട് ആത്മാവിനെ കൂട്ടിക്കെട്ടാണ്ടിരിക്കുക. അത് അനിയനാണ് ചേട്ടനാണെന്നുള്ള സങ്കല്പം വയ്ക്കാണ്ടിരിക്കുക. ഇപ്പോൾ എന്നെ അറിയിച്ച ശ്രീ പറഞ്ഞ പോലെ ശിവസ്വരൂപ സമാധിയിലുള്ള ചൈതന്യം, കുട്ടൂസ് എന്ന വെളിപ്പേരുള്ള ശരീരത്തിലുണ്ടായിരുന്ന ദിവ്യാത്മ ചൈതന്യത്തിൻ്റെ എനർജിയാണ് വർക്ക് ചെയ്യുന്നത്. അത് ബാബാജിയുടെ എനർജിയായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരുണ്ട്. കാര്യം ഇന്ന് കുട്ടൂസിൻ്റെ അച്ഛനിട്ട ഒരു ഫോട്ടോയുണ്ട്. സാധാരണ കുട്ടൂസിൻ്റെ ഒരു ഫോട്ടോ, എന്താ അടിപൊളി ബ്രോ എന്ന് പറയില്ല, ഇങ്ങനെ പറയില്ല, അടിപൊളി ബ്രോയുടെ ഒരു ഫോട്ടോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് 2024 ആ 23 അവസാനം ഇതിനു മുമ്പ് എടുത്തതായിരിക്കും. എന്താണ് ഈ നിർമ്മാല്യം തൊഴാൻ പോകുന്ന ആ വൃശ്ചിക മണ്ഡല ഇതുണ്ടല്ലോ, അതിൻ്റെ ആ വ്രതം തോക്കുന്നതിന് മുമ്പ് എടുത്തതായിരിക്കും. അടിപൊളി ഒരു ചുള്ളൻ ലുക്കിലുള്ള ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷെ അവിടെ നിന്നുള്ള പരിവർത്തനം, കുട്ടൂസിൻ്റെ പരിവർത്തനം, ആത്മതലത്തിലേക്കുള്ള സഞ്ചാരം വളരെയായിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് ആരും കാർമ്മിക ബന്ധനങ്ങളിൽ കുട്ടൂസിൻ്റെ ആ ബന്ധങ്ങളിൽ ഇത് ചെയ്യാണ്ടിരിക്കുക, ഒതുക്കി നിർത്താണ്ടിരിക്കുക. അത് നേരിട്ട് യൂണിവേഴ്സായിട്ട് ശിവചൈതന്യമായിട്ട് ബന്ധമുള്ള ഒരു ദിവ്യാത്മാവാണ്. അത് എന്തൊക്കെ അനുഭവങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കാനായിട്ട്, നമ്മളെയൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് കുട്ടൂസ് എന്ന് പറയുന്ന ആ ശരീരത്തിൽ ജന്മമെടുത്ത് നമ്മളിലൂടെ പലവിധ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി. അതിന് ഞാനും ഒരു നിയോഗം. ആ ഒരു വീഡിയോ വന്ന് സമാധി സ്ഥലത്തിൻ്റെ വീഡിയോ കാണാൻ എത്രയോ പേര് ആഗ്രഹിച്ചിരുന്നു എന്ന് അത് വന്നതിന് ശേഷമാണ് അറിയുന്നത്. അവിടെ വീഡിയോ എടുക്കാനല്ല, എനിക്ക് അവിടെ ശരിക്കും ഞാൻ അവിടെ ചെന്ന് കുറച്ച് നേരം ഇവർ 1 മണിക്കൂർ ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂറൊക്കെ അവിടെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോയത്. എനിക്ക് ആകെ 10 മിനിറ്റോളം മെഡിറ്റേഷൻ ചെയ്യാൻ അവിടെ സാധിച്ചുള്ളൂ. പിന്നെ ഈ സുനിലേട്ടൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതും ഇതുമൊക്കെ ആയിട്ട് ഞാൻ പോയി. പക്ഷേ അവിടെ നടന്ന അത്ഭുതങ്ങൾ ഞാൻ സുനിലേട്ടൻ്റെ വാക്കുകളിൽ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് സുനിലേട്ടൻ മകൻ്റെ ആ വിയോഗത്തിൽ ദുഃഖിതനായിട്ട് ആ സംസാരത്തിൽ നിങ്ങൾക്കറിയാൻ പറ്റും. സുനിലേട്ടൻ മാത്രം സംസാരിക്കുന്ന കുറേ ഭാഗമുണ്ട്. ആ സമയത്ത് സുനിലേട്ടൻ പെട്ടെന്ന് കൈകളൊക്കെ തിരുമ്മി ആ ദുഃഖത്തിലേക്ക് മാറും. ഉടനെ തന്നെ എന്തോ ഒരു ഗ്ലൂക്കോസ് കഴിച്ചാൽ ഒരു ഉന്മേഷം കിട്ടുന്ന പോലെ സുനിലേട്ടൻ ആക്റ്റീവ് ആവും. ആ സമയത്തൊക്കെ ഈ കുട്ടൂസിൻ്റെ ആ ഒരു ആത്മാവ് സുനിലേട്ടൻ്റെ ഓറയെ സ്വാധീനിക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എല്ലാവർക്കും കിട്ടട്ടെ. ആ കുട്ടൂസിൻ്റെ ദിവ്യാത്മ ചൈതന്യം, ആ ശ്രീകണ്ഠേശ്വരത്ത് അരുളുന്ന ആ മഹാദേവനിലൂടെ അവിടെ നിർമാല്യം തൊഴുത ആ കുട്ടൂസിൻ്റെ ദിവ്യാത്മ ചൈതന്യം, അതുപോലെ കാവടി മുരുകൻ്റെ ഏതോ ഒരു കാവടിക്കോ മറ്റോ കാപ്പ് കെട്ടി ആ ശരീരം വെടിഞ്ഞ കുട്ടൂസിൻ്റെ ദിവ്യാത്മ ചൈതന്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി, എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകി, എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകട്ടെ. അതുപോലെ 33 കോടി ദേവതകളുടെയും ത്രിപുമൂർത്തികളുടെയും പരാശക്തിയുടെയും, അത് കലിയുഗത്തിലെ മഹാഗുരുവായ മഹാവതാർ ബാബാജി, നാഗരാജ് എന്ന പൂർവാശ്രമ നാമമുണ്ടായിരുന്ന മഹാവതാർ ബാബാജിയിലൂടെ ആ എനർജി എല്ലാവരിലേക്കും അനുഭവവേദ്യമാകട്ടെ എന്നും നമ്മുടെ കാർമ്മികങ്ങൾ വളരെ ന്യൂട്രലൈസ് ആകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു കാർമ്മിക ന്യൂട്രലൈസ് ആയിട്ടാണ് 50-52 വയസ്സിൽ ദശാസന്ധി ഉണ്ടായിട്ട് ഏതോ ആത്മതലത്തിലുണ്ടാകേണ്ട ഞാൻ നിങ്ങളെയൊക്കെ ഒരു മെൻറ്ററായിട്ട്, നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട്, നല്ലൊരു സുഹൃത്തായിട്ട്, ആരും എന്നെ അച്ഛനായിട്ടോ അമ്മാവനായിട്ടോ ഇതൊന്നുമായിട്ട് പറയണ്ട. കാര്യം എന്നാൽ അതൊക്കെ കാർമ്മിക ബന്ധനമാണ്. സുഹൃത്ത് ബന്ധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതുവരെ ട്രെയിനിൽ പോകുന്ന ഇതുവരെ TTRനെ പോലെ മനസ്സിലായി, സീറ്റ് കിട്ടണം, ഇത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സൗകര്യങ്ങളുണ്ടാകണം. അല്ലാണ്ട് ദയവ് ചെയ്ത് ആ ഒരു ബന്ധങ്ങളിലേക്ക് ആത്മതലങ്ങളെ കൊണ്ടുവരാണ്ടിരിക്കുക. അത് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതുകൊണ്ടാണ് ആ ബന്ധങ്ങളില്ല. ഒരു മെൻറ്ററായിട്ട് കണ്ടാൽ മതി, എല്ലാവരും ഒരു മെൻറ്ററായിട്ട് കണ്ടാൽ മതി. ആ മെൻറ്ററായിട്ട് എന്നിലൂടെ എന്തൊക്കെ കത്തുകൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. അതിൽ കുട്ടൂസിൻ്റെ കാര്യം ഈ ലോകത്തിലേക്ക് അറിയിക്കാനായിട്ട് എന്തോ ഒരു നിയോഗം എനിക്കുണ്ടായിരുന്നു, മുജ്ജന്മമായിട്ടുള്ള ബന്ധം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.